ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എനിക്ക് നല്ല സുഖമാണ്, നന്നായിട്ടിരിക്കുന്നു. ആരും തിരക്ക് തൂടിയില്ലെന്നറിയാം, പക്ഷെ എന്നാലും ഒരു 430 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനൊരു അഹങ്കാരം വെച്ചിട്ട് പറയാമെന്ന് കരുതിക്കോ. സോ കുറേ നാൾ, അതായത് ഏകദേശം ഒരു 3-4 മാസം ഞാനിങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് തന്നെ സോറി ലാസ്റ്റ് വ്ളോഗ് എടുത്തത് ന്യൂ ഇയറിൻ്റെ എന്നാ. അന്ന് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഈ ന്യൂ ഇയറിന് വൻ ശോകം ശോകം എന്നല്ല പറയണ്ടേ, വൻ മോട്ടിവേഷൻ ആയിരുന്നു. 2026 തുടങ്ങുന്നു, ഞാൻ വ്ളോഗ് ഇടുന്നു, ഞാൻ പിന്നെ കൺസിസ്റ്റൻസി. ബിക്കോസ് വേറെ ഒന്നിനുമല്ല ഞാൻ വ്ളോഗ് ഇടുന്നത്. ഞാൻ ദുബായിലേക്ക് വന്നതിന് ശേഷം ഐ കംപ്ലീറ്റ്ലി ലോസ് മൈസെൽഫ്. അതായത് ഞാൻ എന്തായിരുന്നു, ഞാൻ ഇത്ര ആക്റ്റീവ് ആയിരുന്നു, എല്ലാം പോയടാ. ഇവിടെ ഒന്നും ചോദിച്ചാൽ വേറെ ഞാനായി മാറുന്ന പോലെ ഭയങ്കര ലോൺലിനെസ്, ഒറ്റപ്പെടൽ, ഡിപ്രഷൻ, തേങ്ങ മാങ്ങി എന്തൊക്കെ വരാവോ അതെല്ലാം വരുന്നുണ്ട് എനിക്ക്. സോ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തിയില്ല. ഞാനിപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തിയില്ല എങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും ഫ്യൂച്ചറിൽ. അതിന് വേണ്ടിയിട്ട് ശരിയാണ്, എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്, എൻ്റെ ഡ്രീം നേടിയെടുക്കാൻ വേണ്ടി വന്നതാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു റോബോട്ട് ലൈഫ് പോലെ രാവിലെ പോകുന്നു, വരുന്നു, കുക്ക് ചെയ്യുന്നു, കിടക്കുന്നു, പോകുന്നു, വരുന്നു. ശരി, ഇതേ ഉള്ളെങ്കിൽ കൂടി ഇതായാലും ഞാൻ ഡെയിലി കാണിക്കാമെന്ന് കരുതുന്നുണ്ട്. ബിക്കോസ് എൻ്റെ പേഴ്സണൽ ലൈഫ് ഒരുപാടെടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്ന പോലെയല്ല, എങ്കിലും എന്നാൽ കഴിയുന്ന വിധം ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്തേ ഞാൻ പോകത്തുള്ളൂ. ബിക്കോസ് എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര എന്താ പറയുന്നത്, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാത്ത മാതിരി ഇങ്ങനെ റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. സോ എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റ് ഇനി വേണ്ട ഗൈസ്. ഞാൻ മാക്സിമം വീഡിയോ ഇടും. ഞാൻ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ എല്ലാം ദിവസം ഇടാമെന്ന് മാക്സിമം കരുതുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മഞ്ച് ബോക്സ്. എൻ്റെ ദൈവം പേര് തന്നെ ഞാൻ വിട്ടുപോകുന്നല്ലേ, മഞ്ച് ബോക്സ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഒന്നും കൂടി. ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനും കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി. സോ അതൊക്കെ ഒന്ന് വ്ളോഗിൽ കാണിക്കാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഇവിടെ പബ്ലിക്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് മറ്റൊരു സത്യം. പക്ഷേ എങ്കിൽ കൂടി പബ്ലിക്കിനെ ആരെയും ഇൻക്ലൂഡ് ആക്കാണ്ട് ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. എൻ്റെ ബെഡ് കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ കടന്നുകൊണ്ട്. സോ എല്ലാം ഞാൻ വിശദീകരിച്ച് പിന്നീട് കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വ്ളോഗ് എടുക്കാൻ ഏറ്റവും വലിയ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയും കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ തന്നെ ആൾക്കാരൊരു നോട്ടമുണ്ട്, ഇവിടെ എന്ത് തേങ്ങ കാണിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്കൊന്നും ഇവിടെ ആരും വ്ളോഗ് എടുക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര മടിയാണ് എനിക്ക്. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ കാണിച്ചു. 1-2 എൻ്റെ കൂടെ വന്നതാണ്. പക്ഷേ വ്ളോഗ് എടുക്കാൻ ഇഷ്ടമല്ലാത്തതും മോന്ത വ്ളോഗിൽ കാണിക്കാൻ പാടില്ലാത്തതും കൊണ്ട് ഒരു പരിചയമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഗോപികേ, കടയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പേരാണ് ഗിഫ്റ്റ് ലാൻഡ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടും. ഇപ്പം നമ്മൾ എന്തെടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെടുക്കാൻ പോകുന്നേ പറ. നമ്മുടെ ഗിഫ്റ്റ് ലാൻഡ്, ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഇതിപ്പോൾ ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബാഗൊക്കെ വെറൈറ്റി കളക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ. ഫുൾ പിന്നെ ചെരുപ്പിൻ്റെ ഒരു നിരയാണ്. 15 ദിറംസ്, 12 ദിറംസ് അങ്ങനെ പല പല റേറ്റിൻ്റെ ചെരുപ്പുണ്ട്. ഇവിടെ അങ്ങോട്ട് പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. നമുക്കിപ്പോൾ എന്തായാലും വന്ന സാധനം ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ കറക്റ്റ് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇവിടെ കിട്ടുമില്ലെന്ന് നമുക്ക് ആദ്യം തപ്പാം. ഈ ഒരു സെക്ഷൻ മൊത്തം ഡ്രസ്സാണ്. പ്ലീറ്റഡ് സ്കേർട്ടൊക്കെ ഉണ്ട് കേട്ടോ. വേണോ? മൂളൊന്നും എന്താ പേടിയാണോ? വേണ്ടേ? എടി ഇങ്ങനത്തെ ആയാലോ? ഡ്രസ്സില്ല, ടൈറ്റായിട്ടുള്ളതുണ്ട് അല്ലേ. അമ്മേ 35 ദിറംസ്. ഈ ഒരു മൂലോട്ടിട്ട് ഇങ്ങനെ ഫുള്ള് ഡ്രസ്സ് മാത്രമാണ് ഇവിടെ. ഏത് വെള്ളം എടുക്കാം. നമ്മൾ വന്ന സാധനമൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം വാങ്ങിച്ച് തെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി അവർക്ക് എന്തോ മാവൊക്കെ വാങ്ങിക്കണം. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അമ്മ ചേച്ചി വാസ് അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ. അപ്പോൾ ശരി, നമ്മളെന്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമുക്ക് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്ന് ഞാനാണ് നടുവിൽ വീണില്ലായിരുന്നെങ്കിൽ ഞാനിതൊക്കെ വാങ്ങിച്ചേനെ. എന്തല്ലേ ഹൈലൈറ്റ് സാധനം. നമ്മളങ്ങനെ ഗിഫ്റ്റ് ലാൻഡിൽ നിന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് അമ്മു ചേച്ചീനെ മെട്രോ പരിചയപ്പെടുത്താൻ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് യൂണിയൻ മെട്രോ സ്റ്റേഷൻ? സൂപ്പർ വെറൈറ്റി സാധനമാണ് ഞങ്ങളുടെ സ്വന്തം മെട്രോ സ്റ്റേഷൻ. ഇവിടെ നമുക്കില്ലേ റെഡ് ലൈനുണ്ട്, ഗ്രീൻ ലൈനുണ്ട്. സോ ദുബായ് നമുക്ക് എവിടെ പോകണമെങ്കിലും ഈ മെട്രോ സ്റ്റേഷൻ നമുക്ക് റെഡിലും പോകാൻ പറ്റും, ഗ്രീനിലും പോകാൻ പറ്റും. അപ്പോൾ എന്നോടെല്ലാം അമ്മ ചേച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഓക്കെ അമ്മ ചേച്ചി.
പരിപാടിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷേ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്, ബിക്കോസ് ഞാൻ എടുത്തല്ലോ എന്നാലോചിച്ചിട്ട് ഐ എം പ്രൗഡ്. സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.